പാട്ട് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇൻഫ്ലുവൻസറാണ്. അതായത് പഫ്ലുവൻസർ, മനസ്സിലായില്ലേ? അതായത് പാട്ട് വെച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായ കുത്തിത്തിരിപ്പ്, വിവാദം, മോട്ടിവേഷൻ, തേപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ആൾക്കാർ ക്ലാസ് എടുക്കണം. ഉദാഹരണത്തിന് നമുക്ക് പ്രസിദ്ധി പറ്റിയില്ലെങ്കിൽ കുപ്രസിദ്ധിയാവുക. ഒരു 2 വരി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വിവാദത്തിലേക്ക് കയറാൻ പറ്റും. ഉദാഹരണത്തിൽ വളരെ നിർദോഷമായ ഒരു പാട്ടാണ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. ഇത് പാട്ടി കിറ്റായി കഴിഞ്ഞാൽ ചെറിയ മാറ്റം അങ്ങ് കൊടുക്കുക. ആലായാൽ തറ വേണോ, അടുത്തൊരമ്പലം വേണോ. അപ്പം തന്നെ ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ വന്നു കഴിയും. അടുത്ത വരി എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്യണം. ആലായാൽ തറ വേണ്ട, അടുത്തൊരമ്പലം വേണ്ട, ആലിനു ചേർന്നൊരു കുളവും വേണ്ട. തറ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തറകൾ ഇടപെടും, അമ്പലം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതവികാരം വ്രണപ്പെടും, പിന്നെ കുളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇടപെടും. ഒരു 3 ആഴ്ച സോഷ്യൽ മീഡിയയും സൊസൈറ്റിയിൽ നിന്നങ്ങ് കത്തും. സത്യമായിട്ട് പറഞ്ഞാൽ ഇനി അടുത്തത് സ്ത്രീ പ്രാതിനിധ്യം. അതായത് പാടം പൂത്ത കാലം. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്യുവറ്റ് പാട്ടിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറുതെ ഹമ്മിങ്ങിൽ 1% താഴെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുക. എനിക്കിത് പറ്റില്ല. പക്ഷേ മലയാള സിനിമ തന്നെ ഇത് കൃത്യമായിട്ട് അളന്നു കുറിച്ച് 50% സംവരണം ഉറപ്പാക്കിയ ഒരു പാട്ടൊക്കെ ഉണ്ട്. കേട്ടിട്ടില്ലേ? കണ്ണിൽ മിന്നാക്കം മിന്നുന്ന തിളക്കം, ദൂരെ തോണി പട്ടിപ്പള തിലുക്കം, ദൂരെ അന്തിക്ക് ചെന്തെങ്കിൽ ചെണ്ണുകിൽ ചാന്തിട്ട് പൂക്കില തോൽക്കും ഗതം. ഇത്രയും കൃത്യമായിട്ട് സംവരണം പാർലമെന്റ് കൊടുക്കില്ല. കൃത്യമായിട്ട് ചെയ്ത സാധനമാണിത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വിജയത്തിന് എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ആളാണെന്ന്. അല്ലേ ഡയനക്ക് സംശയമുണ്ടോ? അത് സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊരു വിജയത്തിലേക്ക് ഞാനൊരു പാട്ടിൻ്റെ പോർഷൻ പറഞ്ഞുതരാം. അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. മേഘത്തേരിൽ ആ ഇത്ര പാടുപെട്ട് എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആ പുരുഷനെ രക്ഷിച്ചത് അവിടെ കൂടിയുന്ന കുഞ്ചാക്കോവനടക്കമുള്ള പുരുഷന്മാരല്ല, ഒരു സ്ത്രീയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സ്ത്രീയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തിയത്. ഈ സാധനം കട്ട് ചെയ്ത് റീൽസാക്കി ഫേസ്ബുക്കിൽ ഇട്ടാണ്ടല്ല, ഫെമിനിസ്റ്റുകളുടെ അടക്കം ഇടിലമായിട്ട് ഞാൻ മേടിച്ചു കൂട്ടും.